എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോളെ ഭട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ചോളെ ഭട്ടൂര്. ഇന്നത്തെ വീഡിയോയിൽ നല്ല പഫി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭട്ടൂര എങ്ങനെ ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളെ റെസിപ്പി നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഭട്ടൂരയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഭട്ടൂര നന്നായിട്ട് വീർത്ത് പുറംഭാഗം നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയും പിന്നെ അത് കുറച്ച് നേരം അതിങ്ങനെ വീർത്ത് തന്നെ ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ചേരുവയാണ് റവ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ, ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നേരെ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പിനടുത്ത് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുഴുവനും വേണ്ട, കൃത്യമായിട്ട് പറഞ്ഞാൽ 105 മില്ലി വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഭട്ടൂരയ്ക്കുള്ള മാവിൽ വെള്ളം ഒത്തിരി കൂടിപ്പോകാനും പാടില്ല, വെള്ളം തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ഇതിൽ പൊടിയൊന്നും സെപ്പറേറ്റ് ആയിട്ട് കാണാത്ത പോലെ മുഴുവൻ നനഞ്ഞു വന്നാൽ ഇത് അല്പസമയം കുഴച്ചെടുക്കാം. അതായത് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കുഴച്ച ശേഷം ഈ മാവിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം. മാവ് ഡ്രൈ ആയി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഒട്ടും എയർ കിടക്കാത്ത പോലെ ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു അടപ്പോ ഉപയോഗിച്ച് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. വെള്ളക്കടലയുടെ പഞ്ചാബി നെയിമാണ് ചോള എന്നുള്ളത്. ഇവിടെ 1 കപ്പ് വെള്ളക്കടല തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് എടുക്കുക. 2.5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 കഷ്ണം കറുവാപ്പട്ട, 1 ബേ ലീഫ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത് ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കടലക്കറിക്ക് ഒരു ഡാർക്ക് കളർ കിട്ടാനായിട്ട് ഈ ചോള റെസിപ്പിയിലേക്ക് സാധാരണ ചേർക്കാറുള്ള ഒന്നാണ് ചായപ്പൊടി. ഒരു ചെറിയ കഷ്ണം ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണിയിൽ 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് കെട്ടി വയ്ക്കുക ഇതേപോലെ. എന്നിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ കടലയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചത് വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുക്കർ തുറക്കാറായിട്ടുണ്ട്. ഇതിലെ ടീ ബാഗും ബേ ലീഫും അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. കടല ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2-3 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നാൽ 1 കുടം വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർക്കാം. ഈ സവാള നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ കുറച്ച് സമയം ഇത് വഴറ്റിയെടുക്കുക. സവാള ഈ ഒരു പാകത്തിലെത്തിയാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ഒപ്പം ഉപ്പ് ചേർത്താൽ തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞു കിട്ടും. ഇനി തക്കാളി ഒന്ന് വേവുന്നത് വരെ കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊരു മിനിറ്റൊക്കെ ഇന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ച കടല ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം 1 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് കുറച്ചുകൂടി ചേരുവകൾ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 പിടി മല്ലിയില, 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കയ്യിൽ ഇതുപോലെ വെച്ച് തിരുമ്മി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ നെയ്യ് ഇത്രയും ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള
കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഭട്ടൂര, പൂരി, ചപ്പാത്തി, നാൻ ഇതിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഡിവൈഡ് ചെയ്തെടുക്കാം. ഓരോന്നും ഏകദേശം 60 ഗ്രാം വീതം വരുന്ന ഉരുളകളാണ് ആക്കേണ്ടത്. അതായത് ഒരു 8 ഭട്ടൂരയാണ് നമ്മൾ ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ല സ്മൂത്തായിട്ട് ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബോൾസ് ആക്കണം. ഇത് എണ്ണ തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഈ മാവ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോ ഉരുളയെടുത്ത് പരത്തിയെടുക്കാം. നന്നായിട്ട് എണ്ണ തടവിയിട്ടുള്ള ഒരു പ്രതലത്തിൽ വെച്ച് ആദ്യം ഇത് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി കോല് കൊണ്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ തീരെ കനം കുറഞ്ഞു പോകരുത്, ഒത്തിരി കട്ടി കൂടാനും പാടില്ല. ഇത് ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് അതങ്ങ് വീർത്ത് വരില്ല. ഇതിവിടെ തയ്യാറാകുന്ന സമയത്ത് തന്നെ അടുപ്പത്ത് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. ഇത് വറുക്കാനായിട്ട് നല്ല വിസ്താരമുള്ള ഒരു ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കുക. അധികം എണ്ണ വേണമെന്നില്ല. നല്ല ചൂടുള്ള എണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഒരു 195 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ എണ്ണയ്ക്കും ഒരു സ്മോക്കിംഗ് പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞും എണ്ണ ചൂടായാൽ എണ്ണയിലുള്ള പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. വീണ്ടും വീണ്ടും ആ എണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരും. ഈ ഒരു സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബലൂൺ പോലെ ഇത് വീർത്ത് വരും. കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഏതാനും സെക്കൻഡുകൾ ആവശ്യം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണിത്. ഉൾഭാഗം നല്ല ബ്രെഡി ടെക്സ്ചറാണ്. പൂരി പോലെയല്ല. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഭട്ടൂര എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഭട്ടൂര, പൂരി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കറിയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഭട്ടൂരയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ സിമ്പിളായിട്ട് നല്ല ഹൈജീനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.